ചേട്ടാ ഞാൻ പോകാം. കിട്ടുന്നുണ്ടോ? ഇന്നത്തെ യാത്ര ഇവനെയും കൊണ്ടിട്ടോ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ ഇവിടുന്ന് നേരെ വിട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തി. പിന്നെ അങ്ങനെ തൃശ്ശൂരെത്തി. തൃശ്ശൂർ ടോളിൽ നമ്മളെ ഹൈവേ കയറി കഴിഞ്ഞപ്പോൾ ടോൾ അറിയാലോ, എപ്പോഴും തിരക്കാണ്, ഒരു രക്ഷയില്ല. തിരക്ക് എന്ന് പറഞ്ഞാൽ അന്യായ തിരക്ക്. പിന്നെ നേരെ നമ്മൾ ഇടുക്കി മൂന്നാറിലെത്തിട്ടോ. മൂന്നാറിലെത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സൂപ്പറാണ്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു കാഴ്ച വേറെ തന്നെയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ നമ്മൾ പോയത് മൂന്നാറിൽ ചെന്നു. പിന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടത് നേരെ കമ്പന്തേനി റോട്ടിലാണ്. അങ്ങോട്ട് പിന്നെ പറയണ്ടല്ലോ, നല്ല തിരക്കായിരുന്നു. ഞായറാഴ്ചയും 3 ദിവസം ലീവായതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. പിന്നെ അങ്ങോട്ടേക്ക് നല്ല സൂപ്പർ യാത്രകളായിരുന്നു. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്ത്. ആദ്യമായിട്ട് തന്നെ മൂന്നാറിൽ പോകുന്ന ഒരുപാട് പേര് വണ്ടിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും സന്തോഷമുണ്ട്. കാരണം എല്ലാവരും അടിപൊളിയായിരുന്നു. യാത്ര അങ്ങനെയാകുമ്പോൾ ഒരു സുഖമല്ലേ. എല്ലാവരും നമ്മളൊരു ഡ്രൈവറായിട്ട് കാണാതിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. അങ്ങനെ ആ യാത്രയിൽ എല്ലാവരും ഇറങ്ങി പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ വെറുതെ 2 ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വണ്ടിയിരുന്നു. പിന്നെയും ഇതാ ചെക്കനെ അവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഞാൻ എന്താക്കി അവിടെ 2 ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ പിന്നെ ഞാനും ഒന്നും മടിച്ചില്ല, അവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾക്ക് ആകെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ലൈഫിൽ ഉണ്ടാവുള്ളൂ, യാത്രകൾ. പിന്നെ അവിടെ പറഞ്ഞറിയിക്കണ്ട ഒരു പാറ, യജാതി വലിപ്പം എന്നറിയാം പാറയ്ക്ക്. പാറയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ നിലത്തു നിന്ന് മേലോട്ട് നോക്കുമ്പോൾ ശരിക്കും പേടിയാവും. അത്രയും ഹൈറ്റിലാണ് റോഡിന്റെ മുകളിലേക്ക് നിൽക്കുന്നത്. പിന്നെ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ വിട്ടു പോവുകയാണ്. കമ്പന്തേനി അതേ റൂട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ എല്ലാവരും നല്ല വൈബിലുള്ള ആൾക്കാരായിക്കോട്ട് പാട്ടൊക്കെ വെച്ച് അങ്ങനെ അറമാദിച്ച് പോവുകയാണ്. ഈ റോട്ടിൽ കൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. എന്താ എല്ലാവരും അറമാദിക്കുന്നുണ്ട്. യാത്രയിലാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നമ്മളെ അടിച്ചുപൊളിയാണല്ലോ നമ്മളെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. ഈ യാത്ര കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ യാത്രയിൽ വേറൊരു ഒരു സർപ്രൈസ് ഉണ്ട്. അത് എന്താണെന്ന് ഈ വീഡിയോ അവസാനം ഞാൻ പറയാം കേട്ടോ. പോകുന്ന വഴിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തി. അവിടെ അങ്ങനെ പൊറോട്ട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പൊറോട്ട അടിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ അവിടെ എന്തായാലും വെറുതെ നിൽക്കല്ലേ, എങ്ങനെയാണ് ഈ പൊറോട്ട അടിക്കുന്നതെന്നൊന്ന് നോക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടു. അതല്ല, അവർ പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പുറത്ത് അങ്ങനെ വണ്ടിയൊക്കെ വെയിറ്റ് ചെയ്ത് ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചിട്ടോ. അവിടെ ആ കുവീസറിന്റെ മുകളിലൊക്കെ ആളെ കയറ്റി പോകുന്നതാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ നമ്മളെ ഇന്നത്തെ ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് ചിക്കനും ബ്രെഡും പഴമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഒരു പടയും വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം, സൂപ്പറാണെന്ന് എല്ലാവരും പറഞ്ഞത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കട്ടോ. ചിക്കൻ കറി പൊളിയാണ്, നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാണ്. അത് റൂമിൽ തന്നെ സെറ്റ് ചെയ്തു, അങ്ങനെ എടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് അങ്ങനെ നിർത്തി കഴിക്കാം എന്നുള്ളൊരു കണ്ടീഷനിൽ വണ്ടിയിൽ എടുത്ത് വെച്ചു. എന്തായാലും സൂപ്പർ ഫുഡാണ് കേട്ടോ. എന്താണ് അതിന് പറഞ്ഞ ടേസ്റ്റ്. എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട തിരക്കിലായിരുന്നു. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം തണലൊക്കെ തപ്പി നടന്നതാ നമ്മളെ ചങ്കാണ് കേട്ടോ. അമ്പ ഗ്ലാസ് കൂടെ വെച്ച് പാളൊക്കെ മാറിയില്ലേ. എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാരും വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ടില്ല. എല്ലാവരും മാറി നിന്ന് മരച്ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് അങ്ങനെ വീഡിയോസ് എടുക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മെല്ലെ ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്താക്കി, ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. എന്തായാലും ഒരു വഴിക്ക് പോകുന്നല്ലേ, ഇരിക്കട്ടെ ഇങ്ങനെ ഒരു വീഡിയോ. അങ്ങനെ വരുന്ന വഴിക്കാണ് നമ്മളെ തടാകം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നേരിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ, അത്രയും സോ. പിന്നെ നമ്മളെ വയനാട്ടിലൊന്നും കാണാത്തൊരു സംഭവം ഡബിൾ ഡെക്കർ. പിന്നെ നേരെ നമ്മൾ പോയത് റൂമിലേക്ക് കേട്ടോ. പിന്നെ എല്ലാവരും നല്ല പാട്ടൊക്കെ പാടി അറമാദിച്ച് രാത്രിക്ക് സൂപ്പറായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു വൈബ് കിട്ടുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലെവലല്ലേ. സംഭവം എന്തായാലും പൊളിച്ചു കേട്ടോ. ഈ യാത്രയിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ വേറെ തന്നെ ഒരു സുഖമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് പൊരിച്ച് അടിപൊളിയാക്കി പിന്നെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കിടന്നു. രാവിലെ എണീച്ച് പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക്, അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ഇതിനാണ് നമ്മൾ ശരിക്കും
മൂന്നാറിലേക്ക് വന്നത്. ഇവർക്കൊരു ക്രിക്കറ്റ് കളി മാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം വന്നത്. ഇവരെയും കൊണ്ടാണ് ശരിക്കും നമ്മൾ യാത്ര എന്ന് പുറപ്പെട്ടത്. അങ്ങനെ മൂന്നാറിലെല്ലാം ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും തിരിച്ച് നേരെ വയനാട്ടിലേക്ക് വരാനുള്ള ഒരു തയ്യാറെടുപ്പിൽ. അങ്ങനെ ഇതാ കളിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ കേട്ടോ. ആള് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് കേട്ടോ മുഖത്ത്. പിന്നെ അങ്ങനെ എല്ലാവരും വരാനുള്ളൊരു തയ്യാറെടുപ്പിൽ അതെല്ലാം കഴിഞ്ഞു. നേരെ അങ്ങനെ മൂന്നാറിനോട് വിട പറഞ്ഞ് നേരെ തിരിച്ച് നമ്മൾ വയനാട്ടിലേക്കുള്ള യാത്ര ആണല്ലോ. അങ്ങനെ കുറച്ച് ബാഗൊക്കെ മേലെ വെച്ച് കെട്ടാണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അവസാനം മൂന്നാറിനോട് ടാറ്റയൊക്കെ പറഞ്ഞ് അവസാനം കയറാനുള്ളൊരു തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു 10:30 മണിയായി. ഇനിയിപ്പോൾ അങ്ങനെ ഇവിടുന്ന് വിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് വയനാട് പിടിക്കണം. അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് എല്ലാവരും വരാൻ വേണ്ടി കത്തിക്കുന്നത്. അങ്ങനെ മേലെ നിന്ന് ബാഗെല്ലാം കെട്ടി ആളിതാ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് റിസ്ക്കാണ് മേലെ, അതുകൊണ്ട് തന്നെ ഞാൻ മടിച്ചവിടെ നിന്നതാണ് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നേരെ എല്ലാം കഴിഞ്ഞ് നേരെ തിരിച്ച് വയനാട് ചുരം. അങ്ങനെ നമ്മൾ രാവിലെ ആയപ്പോഴത്തേക്ക് ചുരം കയറാൻ തുടങ്ങി. അവസാന എൻഡിങ്ങിലെത്തി. വയനാടിൻ്റെ വെൽക്കം എന്നുള്ള ബോർഡിലേക്ക് നമ്മളിതാ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തിച്ചേരും. ഇതാണ് നമ്മളെ മൂന്നാറിലൊരു യാത്രയിൽ ഉണ്ടായത്, ഇന്ന് വരെ ഉണ്ടായ യാത്രയിൽ